അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫുഡ് ഓൺ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പുഡിങ്സുകളുണ്ട്. ഫങ്ഷൻസൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അധികവും സ്വീറ്റ്സ് ആയിട്ട് സെർവ് ചെയ്യുന്നത് പുഡിംഗ് തന്നെയാണ്. അത്തരത്തിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ബിസ്ക്കറ്റ്, ടോഫി, ബനാന, ക്രീം ഇവയെല്ലാം ചേർന്ന ഒരു അടിപൊളി ബനോഫി. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ബട്ടറും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു 10 to 15 നമ്പേഴ്സ് ബിസ്ക്കറ്റാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു 80 to 100 ഗ്രാം ബട്ടറാണ് വേണ്ടത്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ടോഫിയാണ്. അതിനു വേണ്ടി ഇവിടെ ഒരു ടിൻ 200 ml ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. തേർഡ് ലെയറിന് വേണ്ടി ഒരു ബനാനയാണ് വേണ്ടത്. ഇത് ഫിലിപ്പീൻ ബനാനയാണ്. റോബസ്റ്റ് ബനാനയും നമുക്ക് യൂസ് ചെയ്യാം. ഫോർത്ത് ലെയർ എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഷുഗറും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും വേണം. ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ബിസ്ക്കറ്റ് പൊടിച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉരുക്കിയ ബട്ടർ കുറച്ചായി ആഡ് ചെയ്ത് നല്ല പോലെ ബിസ്ക്കറ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടറും ബിസ്ക്കറ്റും നല്ല പോലെ മിക്സ് ആവണം കേട്ടോ. എങ്കിലേ നമ്മൾ വിചാരിച്ച ടെക്സ്ചറിൽ നമുക്കിത് കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ പുഡിംഗ് പാത്രം എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് ബട്ടർ ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഓവറായിട്ട് പ്രസ് ചെയ്യരുത്. അങ്ങനെ പ്രസ് ചെയ്താൽ ബിസ്ക്കറ്റ് കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇത് എടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് ടോഫി തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ടിന്ന് മൂടത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. ഒരു വിസിലിന് ശേഷം ഒരു 25 മിനിറ്റ്സ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇത് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലെ പ്രഷറെല്ലാം പോയ ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ കളറെല്ലാം മാറി നല്ല ടോഫി കളറായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് നമുക്ക് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ടിന്നിൻ്റെ ഒരു 3/4 ഭാഗത്തോളമുള്ളൂ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ലെയറും റെഡിയായി. ഇനി തേർഡ് ലെയർ എന്ന് പറയുന്നത് ബനാനയാണ്. ബട്ട് ബനാന ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കണ്ട. നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി റെഡിയാക്കിയ ശേഷം നമുക്ക് ബനാന കട്ട് ചെയ്ത് ഇതിൽ സെറ്റ് ചെയ്യാം. നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ ബനാന കറുത്തു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബിസ്ക്കറ്റിലും അതുപോലെ തന്നെ ടോഫിയിലും ബനാനയിലും എല്ലാം ഷുഗറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായി വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതാണ് വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബനാന കട്ട് ചെയ്ത് ടോഫിയുടെ മുകളിലായി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബിസ്ക്കറ്റ് പൊടിച്ചത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ്, ചോക്ലേറ്റ് എല്ലാം ഉപയോഗിക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ടോഫി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ടോഫിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതാണ്. ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 7 to 8 hours നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഈ ബനോഫിക്ക്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.